ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാൻ പ്രിയനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം, അനുപതിക്കാം അനുരഞ്ജിതനായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാൻ തിരുനാഥനായി പ്രിയജനമേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഈ കൂട്ടായ്മ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷങ്ങളും മംഗളങ്ങളും എല്ലാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. എല്ലാ നന്മകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുന്നു. വന്നിരിക്കുന്ന കൂട്ടായ്മ അംഗങ്ങളെല്ലാവരും ഉണ്ട്, ഇനിയും വരാൻ ആൾക്കാരുണ്ട്. നമുക്ക് നമ്മുടെ എല്ലാവരെയും നമ്മെ ഓരോരുത്തരെയും ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ ആവശ്യങ്ങളുണ്ട്. എല്ലാം ഈ വിശുദ്ധ ബലിയിൽ കർത്താവിന് നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ നിയോഗങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു
ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയത്തിന് സംഭൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ, നേരായൊരു മാനസവും ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ, നേരായൊരു മാനസവും ദേവാ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാമകർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ പൂരണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധന സുദൃഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനത്വം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 9-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. അത് കേട്ടവരെല്ലാം വിസ്മയഭരിതരായി പറഞ്ഞു, ജെറുസലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്നത് ഇവനല്ലേ? ഇവിടെയും അങ്ങനെയുള്ളവരെ ബന്ധനസ്ഥരാക്കി പുരോഹിത പ്രമുഖന്മാരുടെ മുൻപിൽ കൊണ്ടുപോകുവാൻ വേണ്ടിയല്ലേ ഇവൻ വന്നിരിക്കുന്നത്? സൗലാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തുവെന്ന് തെളിയിച്ചുകൊണ്ട് ദമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ ഉത്തരം മുട്ടിച്ചിരുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവനെ വധിക്കാൻ യഹൂദന്മാർ ഗൂഢാലോചന നടത്തി. അത് ശൗലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവം കാത്തുനിന്നു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രി അവനൊരു കുട്ടയിൽ ഇരുത്തി മതിലിന് മുകളിലൂടെ താഴെ ഇറക്കി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വീരങ്ങുന്നു ജീവൻ നൽകും വചനം ദൈവവചനം. ഒരു വീരങ്ങുന്നു ജീവൻ നൽകും വചനം ദൈവവചനം. കാതോടുവിനും ദൈവജനമേ, ഹൃദയമൊരുക്കിടുവിനും ദൈവജനമേ, ഇത് ജീവൻ നൽകും വചനം ദൈവവചനം. ഇത് ജീവൻ നൽകും വചനം ദൈവവചനം. ഒരു ജീവനുന്നു ജീവൻ നൽകും വചനം ദൈവവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിസുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 5-ാം അധ്യായം 41 മുതലുള്ള തിരുവചനങ്ങൾ. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ സ്നേഹമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സെന്റ് ആന്റണീസ് കൂട്ടായ്മ അല്ലേ സെന്റ് ആന്റണീസ് കൂട്ടായ്മയിലെ പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ഇന്ന് ഈ സമയം വിശുദ്ധ ബലി അർപ്പിച്ച് നിങ്ങളോട് ഒത്തായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളും അതുപോലെ സന്തോഷിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഈ കുടുംബ യൂണിറ്റിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. നിങ്ങൾ ആ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒരു വേളയിൽ നിങ്ങളെല്ലാവരും സാധിക്കുന്ന ആൾക്കാരെല്ലാം ആയിരിക്കുകയാണ്. കാലാവസ്ഥ അത്ര അനുകൂലമല്ലാത്ത അവസ്ഥയിലും നമ്മൾ ആ ഒരു സ്നേഹത്തെ പ്രതി ഇവിടെ ആയിരിക്കുകയാണ് അല്ലെ. കുടുംബ യൂണിറ്റ് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അല്ല, ഞങ്ങളുടെ നാട്ടിൽ കുടുംബ കൂട്ടായ്മ എന്നാണ് പറയുന്നത്. പല സൈഡിലൊക്കെ കുടുംബ കൂട്ടായ്മ.
സെയിം. ഇതൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹത്തെ കർത്താവ് എന്ത് നമുക്ക് കാണിച്ചു തന്നു, ആ ഒരു സ്നേഹത്തെ നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു അവസരമാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ആ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരവസ്ഥയാണ് ഈ കുടുംബ കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുടുംബം എന്ന് നമ്മൾ പറയും, കുടുംബം അല്ലേ, നിങ്ങളെല്ലാവരും കുടുംബത്തിൽ നിന്നാണ്, കുടുംബജീവിതം നയിക്കുന്നവരാണ്. ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും ഇരിക്കുന്നവർ കുടുംബജീവിതം നയിക്കുന്നവരാ, കുടുംബത്തിലുള്ളവരാ, കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്നവരാ. അപ്പോൾ എന്താണ് കുടുംബം എന്ന് ചോദിച്ചാൽ ആരോട് ചോദിക്കുന്നത്? എന്താണ് കുടുംബം? എന്താണ് കുടുംബം? കുടുംബം ഇമ്പമുള്ളതാന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ സഭയിലെ എന്താണ് കുടുംബം? സഭ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ കുടുംബത്തെ പറ്റി പറയുന്നത് ഗാർഹിക സഭയാണ് കുടുംബം എന്ന് പറയുന്നത്. ഗാർഹിക സഭ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സഭ ഔദ്യോഗികമായ കത്തോലിക്ക സഭയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും മിനിയേച്ചർ പതിപ്പിൽ ഏറ്റവും ചെറിയ പതിപ്പാണ് കുടുംബം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സഭയിൽ എങ്ങനെ നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു, അതുപോലെ ആ വിശ്വാസം ഏറ്റവും ബേസിക് താഴെത്തട്ടിൽ നമ്മൾ ജീവിച്ചു കാണുന്നത് കുടുംബത്തിലാണ്. എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറഞ്ഞാൽ സഭ തന്നെയാണ്. അപ്പോൾ ആ ഒരു ശ്രേഷ്ഠതയോടെ വേണം നമ്മൾ കുടുംബത്തെ കാണാനായിട്ട്. കുടുംബത്തിലായിരിക്കുമ്പോഴും നമ്മൾ ആ ഒരു മനോഭാവത്തോടു കൂടി, ഇച്ചിരി കട്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഞാനത് അതിൻ്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തന്നോളൂ. കുടുംബം എന്ന് പറഞ്ഞാൽ സഭയാണ്, സഭയോട് ചേർന്ന് നിൽക്കേണ്ട ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്രൂ. അപ്പോൾ കുടുംബജീവിതം നയിക്കുന്നുണ്ടല്ലേ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് അല്ലെ? പലവിധ ജീവിത അന്തസ്സുകളിൽ ജീവിക്കുന്നവരുണ്ട്, ജോലികളൊക്കെ എടുക്കുന്നവരുണ്ട്, പലരുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കും അല്ലേ? കുടുംബജീവിതം നല്ലതുപോലെ ആകണം, കുടുംബം മനോഹരമാകണം, കുടുംബത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ജോലി വേണം, എനിക്ക് എൻ്റെ കുടുംബത്തെ നല്ലതുപോലെ എല്ലാ ആപത്തുകളിലും കാത്തുരക്ഷിക്കണമെന്ന് നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബത്തിന് ഏറ്റവും മാതൃകയായിട്ടുള്ള കുടുംബം ഏതാ? ചോദിക്കേണ്ട ആവശ്യമില്ല. തിരുക്കുടുംബം നമ്മളെല്ലാവരും പറയും തിരുക്കുടുംബമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മാതൃകയായിട്ടുള്ളതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബം പോലെ ആയിത്തീരണം നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം യോസേപ്പ് പിതാവ് ജീവിച്ചതുപോലെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് അപ്പന്മാർ ആഗ്രഹിക്കും. മറിയം എങ്ങനെ ആ കുടുംബത്തിൽ ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് അമ്മമാർ ആഗ്രഹിക്കും. മക്കള് ഈശോ എങ്ങനെ വളർന്നു വന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കണമെന്ന് മക്കളും ആഗ്രഹിക്കും. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും മാതൃകയായിട്ടുള്ള കുടുംബമാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി പറയണം. നിങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാ, വിശ്വാസമുള്ളവരാ, പ്രാർത്ഥിക്കുന്നവരാ. ആ വിശ്വാസം ഉള്ളത് കൊണ്ടും ആ ഒരു സ്നേഹം ദൈവത്തോടുള്ളത് കൊണ്ടും ഒക്കെയാണ് നിങ്ങൾ ഈ കാലാവസ്ഥ അത്ര അനുകൂലമല്ലാഞ്ഞിട്ട് നിങ്ങൾ വിശുദ്ധ കുർബാനയിലും ബാക്കിയുള്ള കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ? ഇതിൽ നിങ്ങൾ ഇരിക്കുന്നവര് അനുദിനം പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരുണ്ട്, ജപമാല ചൊല്ലുന്നവരുണ്ട്, ദൈവത്തോടൊക്കെ ഒത്തിരിയേറെ ചേർന്ന് നിൽക്കുന്നവരുണ്ട്, ശരിയല്ലേ? നിങ്ങൾ പലരും. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും നിങ്ങളിൽ സത്യം പറയണം, നിങ്ങൾ എത്ര പേർക്ക് ആത്മാർത്ഥമായി സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്? എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകളില്ലാത്ത എത്ര പേരുണ്ട്? ഈ ബുദ്ധിമുട്ടുകളെ വിഷമങ്ങളെന്നോ സഹനങ്ങളെന്നോ വേദനകളെന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വിഷമങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വിഷമങ്ങളൊക്കെ ഇല്ലേ? ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ കുടുംബജീവിതത്തിലല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നവരുണ്ടാകാം, ജോലിയില്ലാത്തവരുണ്ടാകാം, വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയേറെ നല്ലതുപോലെ ജീവിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്? നിങ്ങൾ ചോദിക്കണം ദൈവത്തോട്, എന്തുകൊണ്ടാണ്? അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതിലോട്ട് വരികയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏത് കുടുംബം പോലെ ആകണമെന്ന്? തിരുക്കുടുംബം പോലെ ആകണമെന്ന്. ഏറ്റവും മനോഹരമായ കുടുംബമാണ് തിരുക്കുടുംബം. അപ്പോൾ അതിലൊരു വിപത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ തിരുക്കുടുംബത്തെ പോലെ ഈ ലോകത്തില് ഇത്ര അധികമായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിച്ച കുടുംബം ഉണ്ടോ? കാണിച്ചു തരാൻ പറ്റുമോ? ഇത്രയേറെ സഹനങ്ങളിലൂടെ വിഷമങ്ങളിലൂടെ കടന്നുപോയ ഒരു കുടുംബം ഉണ്ടോ? ഇല്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ തിരുക്കുടുംബത്തെ പോലെ ഇത്രയേറെ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോയ കുടുംബമില്ല. ആ കുടുംബത്തിലെ ഓരോരുത്തരെയായി നിങ്ങൾക്ക് എടുത്തു നോക്കി അറിയാം. യോസേപ്പ് പിതാവ് അനുഭവിച്ച കഷ്ടതകളും വേദനകളും കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്ത ത്യാഗങ്ങളും ഒക്കെ ഒത്തിരി മഹോന്നതമാണെന്ന്, ഒത്തിരിയേറെ വിഷമിച്ചിട്ടുണ്ടെന്ന് ആ മനുഷ്യനറിയാം. മറിയത്തെ കൊണ്ട് യാത്ര പോയതും
സ്വന്തം ഭാര്യയ്ക്ക് പ്രസവിക്കാൻ സ്ഥലം കിട്ടാതെ ആ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നതൊക്കെ ഒത്തിരിയേറെ നമ്മളെ വിഷമിപ്പിക്കുന്നത് ഒത്തിരിയേറെ. കാരണം മറ്റുള്ളവരുടെ കളിയാക്കലുകളെയൊക്കെ ഈ മനുഷ്യൻ ധൈര്യപൂർവ്വം ദൈവത്തിന് വേണ്ടി ഏറ്റെടുത്ത. വീണ്ടും മറിയത്തിന്റെ ജീവിതത്തിലോട്ട് വരുമ്പോൾ മറിയത്തെ പോലെ സഹനങ്ങൾ ഏറ്റെടുത്ത ഒരു വ്യക്തി ഈ ലോക ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. കാരണം അത്ര അധികമായിട്ട് ജനനം മുതൽ, എക്സാക്ട്ലി പറയുവാണെങ്കിൽ ജനനം മുതൽ മരണം വരെ മറിയത്തിന്റെ ജീവിതം സഹനത്തിലൂടെ കടന്നു പോയതാണ്. വേണമെങ്കിൽ മണിക്കൂറുകളോളം ആ വിഷയം തന്നെ മറിയത്തിന്റെ സഹനങ്ങളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈശോയുടെ സഹനങ്ങളെ പറ്റി ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ആഴ്ചയല്ലേ പീഡാസഹനം, നമ്മൾ വലിയ ആഴ്ചയിലൂടെ കടന്നു പോയത്. എന്താണ് ഈശോയുടെ സഹനങ്ങളെ പറ്റി നമ്മൾ ധ്യാനിച്ച ആഴ്ച കഴിഞ്ഞ് പോയതേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവത്തോട് ചേർത്ത് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഹനങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് തയ്യാറായിക്കൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ തളരണ്ട. കാരണം വചനം പറയുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തിമോത്തിയോസിന്റെ ലേഖനമാണെന്നാണ് എൻ്റെ ഓർമ്മ, യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടുമെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ സഹനങ്ങൾ നിങ്ങൾ തളരണ്ട. നിങ്ങൾക്ക് വിഷമങ്ങളുണ്ടാകും കേട്ടോ. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ സഹനങ്ങളിലൂടെയുള്ള വിശുദ്ധീകരണമാണ്. അല്ലാതെ നമ്മൾ കുറെ കാശുണ്ടാക്കി ജീവിച്ചു അടിച്ചുപൊളി ജീവിച്ചതിലുള്ള അങ്ങനെ സ്വർഗത്തിലല്ല നമ്മൾ എത്തുന്നത്. നിങ്ങൾ ഏത് വിശുദ്ധരെയൊക്കെ എടുത്തു നോക്കിയും നിങ്ങളുടെ കൂട്ടായ്മയുടെ വിശുദ്ധനാരാ? അന്തോണീസല്ലേ. എങ്ങനെ മരിച്ചത്? അസുഖം ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ വന്ന് മരിച്ചതല്ല. ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ, ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടും ആ മനുഷ്യൻ വചനം പ്രസംഗിച്ചു സ്വർഗത്തിലെത്തിയാണ്. അപ്പോൾ ദൈവമായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതാണ് എനിക്ക് പറയാനുള്ള പോയിന്റ്. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സഹനങ്ങളുണ്ടെങ്കിൽ, വിഷമങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ അതിൽ തളരണ്ട. കാരണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഈ സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തളരണ്ട. വചനം പറയുന്നത് പോലെ എനിക്ക് നിങ്ങളെ പറ്റിയുള്ള പദ്ധതി എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി. അപ്പൊ നമ്മൾ ദൈവഹിതത്തിന് കീഴെ, വചനം പറയുന്നത് പോലെ ദൈവകരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കുക. തക്ക സമയത്ത് ദൈവം നിങ്ങൾ ഉയർത്തിക്കൊള്ളും. ഈ തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഒരു മടി എനിക്കും നിങ്ങൾക്കും ഉണ്ട്. കാരണം നമ്മുടെയൊക്കെ മനോഭാവം എന്താണ്? ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം ഇപ്പൊ നടക്കണം. പറയാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെയല്ലേ? ഞാനങ്ങനെ, എനിക്ക് പ്രാർത്ഥിച്ചാൽ ഇപ്പൊ എനിക്ക് വിദേശത്ത്, എനിക്ക് പ്രാർത്ഥിച്ച ഇപ്പൊ നടക്കണം. ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പരീക്ഷ ഇപ്പൊ പാസ്സാകണം. ഞാൻ അവിടെ പോകണമെന്ന് വിചാരിച്ചാൽ എനിക്കിപ്പോൾ നടക്കണം. എനിക്കൊരു ജോലി ഞാൻ പ്രാർത്ഥിച്ച് ഇപ്പോൾ കിട്ടണമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഇപ്പം കിട്ടണമെന്ന് വാശി പിടിക്കുന്നവരാണ്. നമ്മൾ ദൈവകരത്തിന് കീഴെ താഴ്മയോടെ നിന്ന് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാനായിട്ട് നമുക്ക് മടിയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിന് സാധിക്കട്ടെ. സഹനങ്ങളിൽ തളരാതെ, ദൈവത്തിന്റെ ഒരു സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മ തരാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നന്മയോടെ കാത്തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് സെന്റ് ആന്റണീസ് കൂട്ടായ്മയാണെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അന്തോണീസിനെ പറ്റിയും കൂടെ പറയാം. അന്തോണീസിന് നമ്മുടെ ജീവിതത്തിൽ ഒരു വൈറ്റലായിട്ടുള്ള ഒരു റോളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. അന്തോണീസിനോട് നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നത്? അന്തോണീസിനോട് ആർക്കൊരു അത് ചോദിച്ചിട്ട് തന്നെ അവരെ അസാധ്യ കാര്യങ്ങൾ മധ്യസ്ഥന യൂദാസ്ലിഹ എന്നാണ് നമ്മൾ സാധാരണ പറയപ്പെടുന്നത്. കാണാതെ പോയ കാര്യങ്ങൾ കണ്ടു കിട്ടുന്നത് അന്തോണീസ അല്ലേ? കാണാതെ പോയ കാര്യങ്ങളുടെ അന്തോണീസിനോട് പ്രാർത്ഥിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട്, എൻ്റെ അനുഭവം ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടും കണ്ടു കിട്ടും. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പുള്ളീനെ പോപ്പുലറൈസ് ചെയ്തേക്കുന്ന ആ കാര്യത്തില്ല. കാണാതെ പോയ കാര്യങ്ങൾ കണ്ടുകിട്ടാൻ അന്തോണീസിനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും കണ്ടുകിട്ടും, അതെന്താണെങ്കിലും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അതല്ല, വേറൊരു കാര്യം. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അന്തോണീസിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അന്തോണീസിന്റെ രൂപങ്ങൾ കണ്ടിട്ട് ഇവിടെ ഉണ്ടാവാൻ വഴിയില്ല, കണ്ടിട്ടില്ലേ? അവിടെ ഉണ്ട് അന്തോണീസിന്റെ രൂപം. എല്ലാവരും ഒന്ന് നോക്കിയേ. നമ്മൾ അന്തോണീസിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. എൻ്റെ ഇന്ന കാര്യം നടത്തണം, എനിക്കിത് വേണം എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ നമ്മൾ ചോദിക്കാൻ മടിക്കുന്ന ഒരു കാര്യം പുള്ളിയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്താ? നമ്മൾ നോക്ക്, ഈശോ. നമ്മൾ മറന്നു പോകുന്നത്, നമ്മൾ ചോദിക്കാൻ മറന്നു പോകും. പുള്ളിയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ആരാ? ഈശോ ഇരിപ്പുണ്ട്. നമ്മൾ ചോദിക്കുന്നില്ല. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക, എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, ഇത് വേണം. പക്ഷേ അന്തോണീസിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എനിക്ക് ഈശോയെ തരണം. കയ്യിലിരിക്കുന്ന ആളല്ലേ, ഡെഫിനറ്റ് ആയിട്ടും തരും. നിങ്ങൾ ചോദിക്കുക, എനിക്ക് ഈശോയെ എൻ്റെ ജീവിതത്തിലോട്ട് തരാനായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. കാരണം ഈശോയെ കയ്യിലെടുത്ത അധികം വിശുദ്ധരൊന്നും നമ്മുടെ സഭയിലില്ല, സത്യമായിട്ടും ഇല്ല. ഈശോപിതാവ്, മാതാവ്, അന്തോണീസ്, പിന്നെ എനിക്ക് തോന്നുന്ന ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരു വിശുദ്ധനും കൂടെ ഉണ്ട്. അങ്ങനെ 3-4-5 പേരേ ഉള്ളൂ കയ്യിലെടുത്തവർ. ഇപ്പോൾ കയ്യിലെടുത്ത ആളായതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചോദിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളിൽ ഈശോയെ തരാനായിട്ട് നിങ്ങളുടെ കുടുംബ യൂണിറ്റിന്റെ മധ്യസ്ഥനോട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു.
ഞാനിവിടെ പറയുകയുണ്ടായി, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ കുർബാന ചെല്ലുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഇല്ല. അപ്പോൾ എന്നെ ക്ഷണിച്ചതിനൊക്കെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്ന ദൈവം എല്ലാവരെയും നിങ്ങളുടെ കുടുംബ യൂണിറ്റ് മധ്യസ്ഥം വഴിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുരിശിന്റെ വേദനകളിൽ നിന്നും ഉദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ഉയർന്ന കർത്താവെ, ഞങ്ങളുടെ വേദനകളിൽ ആശ്വാസവും സങ്കടങ്ങളിൽ പ്രതീക്ഷയും ബലഹീനതകളിൽ ശക്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തന്റെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകിയ കർത്താവെ, ഞങ്ങളുടെ ജീവനും ജീവിതവും സമയവും സ്നേഹവും പങ്കുവച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേക്ക് സമ്പൂർണ്ണ സമർപ്പണം ചെയ്തുകൊണ്ട് സഭാസേവനം ചെയ്ത എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും പ്രത്യേകമായി ഞങ്ങളുടെ വികാരിയച്ഛനെയും ഞങ്ങൾക്കായി ഇന്ന് ദിവ്യബലി അർപ്പിക്കുന്ന അഖിലച്ഛനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് എല്ലാം നവീകരിക്കുന്ന കർത്താവെ, ഞങ്ങൾ സമ്മേളിച്ചിരിക്കുന്ന ഈ കുടുംബത്തെയും സെന്റ് ആന്റണി യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇടവകയാകുന്ന എല്ലാ കുടുംബങ്ങളെയും ആത്മാവിനാൽ നിറച്ച് പരിപാലിച്ച് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മ ഓരോരുത്തരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. ഞങ്ങളുടെ കൃപയും അനുഗ്രഹവും കാരണം എതിരകത്താണ് തിരഞ്ഞെടുത്ത് അങ്ങയുടെ അജഗടമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ വൃദ്ധിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സുഹൃത്തിന്റെ നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളെയും പാവങ്ങളെയും കര കഴിക്കലയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു വെക്കുകയും ചെയ്യട്ടെ. കാലങ്ങൾ കയ്യിൽ നിറച്ചേരും നേരം കാണിക്കയേകിടുന്നു. കരവും മനവും മലിനം നാഥ എന്നെ കഴുകേ ഈ ബലിയിൽ നിൻ സ്വന്തമായിടാ. നന്മ തന്ന നാളുകൾ നന്ദിയോടെ ഓർത്തിടാൻ, നേരിൻ വിത്തുകൾ പാകിടാൻ, നൽഫലങ്ങൾ കൊയ്തിടാൻ. നന്മ തന്ന നാളുകൾ നന്ദിയോടെ ഓർത്തിടാൻ, നേരിൻ വിത്തുകൾ പാകിടാൻ, നൽഫലങ്ങൾ കൊയ്തിടാൻ. പിന്നെ മറന്നു പോകുക എന്നിളവുകൾ കളയായിടും എന്നും ഓർമ്മയിൽ തന്നീരു കാഴ്ചയായിടും. സ്നേഹനാഥ സ്വീകരിക്കണമേ. കാലങ്ങൾ കയ്യിൽ നിറച്ചേരും നേരം കാണിക്കയേകിടുന്നു. കരവും മനവും മലിനം നാഥ
അതുപോലാത്മജനം ദിവ്യരുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനനീതലിലും. ആദിയിലെ പോലെ നന്മയ്ക്ക് ആമേനാമേ. സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോത്ഥാന ശരണം തേടുന്നു. ഉത്തിതരായിടുന്നു. സഹോദരനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാർ, സ്ത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മനനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസരിക്കുകയും വിശ്വാസ കൃപയാൽ ഈ നമുക്ക് സഹായം പ്രേക്ഷിക്കുകയും സ്വർഗ്ഗരാജ്യത്തിന് കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെ നാഥനായ ദൈവനും തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ കാരുണ്യത്തിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോട് കൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും കൃപാതൻ സഹവാസവുമേ നമ്മോടും ഉണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ
പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വമേറിയ ദൈവത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പൂഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികൾ ആയിരങ്ങളും മലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സേനകൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ 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 മാലാഖമാരുടെ ഗാനമുയരുന്നു. ഓശാന ഗീതികൾ ഉയരുന്നു. സംഗീതം പാടി വാഴ്ത്തിടുന്നു. യഹോവയാം ദൈവത്തിനോശാന. മാലാഖമാരുടെ ഗാനമുയരുന്നു. ഓശാന ഗീതികൾ മുഴങ്ങിടുന്നു. സംഗീതം പാടി വാഴ്ത്തിടുന്നു. യഹോവയാം ദൈവത്തിനോശാന. സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരുമാകലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ
സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ മെത്രാപ്പോലീത്ത വികാരിയായ മാർ ജോസഫ് മെത്രാപ്പോലീത്തായ്ക്കും മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതമായ പുരുഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയമങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രൈവത്തിനായി ശ്രമിച്ചു കായങ്ങയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവവുമായ മിശിഹാവുന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസയുടെ സജീവൻ ജീവദായകമായ കാലത്താലും മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നേർമയിലെയും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഹൃദയത്തിനകവും പരിശുദ്ധവും ജീവിതായ ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശിക്കുന്നതിനെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ മഹനീയവും വിസ്മയവും രക്ഷാബദ്ധത്തെ കുറിച്ച് അങ്ങനെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. ഞങ്ങളുടെ അഭിഷക്തന്റെ അമൂലക്ത രക്ഷയുടെ സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യങ്ങളെ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകം മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, വൃത്തിതാ പാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ സമ്മാനമാ ഭൂവിലേക്കുന്നു സ്വർഗീയ ഭോജ്യമിതാ നിത്യജീവന്റെ അഹമിതാ കാരുണ്യമേ ഓ സ്നേഹ സമ്മാനമേ
ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹസംഹാരണേ, ഇപ്പോഴും എപ്പോഴും നേരവും ആരാധന അങ്ങേയ്ക്കാരാധന. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തകരങ്ങളോടെ സമീപിക്കാം. അന്താന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവയുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാവട്ടെ. നിത്യജീവന് കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ. ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നബോധനരും നിഷ്കളങ്കരമായ വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലൂടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവിശ്വസിയുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. പൂർണ്ണന്നേക്കും. ആമേൻ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലാവിൽ അലിയുന്നു. നാഥൻ സ്വന്തമാ എന്റേതാകുന്നു. സ്വർഗത്തിൻ സ്വരമേ ശക്തായി മാറുന്നു. നെഞ്ചോട് ചേർത്തന്റെ ഈശോ ആ ചങ്കിലെ ചൂടേകിയ പ്രാണൻ വേടിഞ്ഞെന്റെ ഈശോ സ്വന്തം ജീവൻ പകർന്നേകിയെന്നിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറും തിരുതലയിൽ. നിന്നിൽ വളരുവാൻ എന്നിൽ കുറയുവാൻ നീയായി മാറും തിരുതലയിൽ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം കനലാവിൽ
അലിയുന്നു. ുള്ളിൽ അലിയും നീയൻ ബലിയായി മാറുന്നു. ഉള്ളിനുള്ളിൽ വാഴുമ്പോൾ ആത്മം നിറയുന്നു. കൃത്തിനുള്ളിൽ അലിയും നീയൻ ബലിയായി മാറുന്നു. ഉള്ളിനുള്ളിൽ വാഴുമ്പോൾ ആത്മം നിറയുന്നു. നിന്നിൽ വളരുവാ, നിന്നിൽ തുഴയുവാ, നീയായി മാറുന്നേ തിരുബലിയിൽ. നിന്നിൽ വളരുവാ, എന്നിൽ തുഴയുവാ, നീയായി മാറുന്നേ തിരുബലിയിൽ. ഈശോയും ഞാനും ഒന്നാകും നേരം കാരുണ്യം തണലായി നാവിൽ അലിയുന്നു. നാടും സ്വന്തമായി എന്റേതാകുന്നു. സ്വർഗത്തിൻ സ്വരമൻ സ്വത്തായി മാറുന്നു. നെഞ്ചോട് ചേർത്തിന്റെ ഈശോ ആ ചങ്കിലെ ചുടേകിയ പ്രാണം വേടിന്റെ ഈശോ സ്വന്തം ജീവൻ പരിശുദ്ധമായ കൃപാവരത്താൽ ശുദ്ധവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും സമർപ്പിക്കാം. ദാനത്തെക്കുറിച്ച് കർത്താവേ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ. കർത്താവായ ദൈവമേ, ശുദ്ധവും പരിശുദ്ധവും ജീവിതായകം ദൈവികമായ രഹസ്യങ്ങളും കടങ്ങളുടെ മോചനത്തിനായ കാരണപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനേതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധത്തിന്റെ പ്രത്യാശയായ മിശിഹായ സ്ഥിരവും പരിശുദ്ധവും ജീവിതായകം ദൈവികമായ വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സ്നേഹപിതാവാം സകലേശൻ വീരവോടും നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ.
ഞങ്ങളുടെ കർത്താവിന്റെ പൂർണ്ണമായ സ്ഥിതി ഇന്ന് സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമായിട്ട് ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമല്ലോ എന്ന് അറിഞ്ഞുകൂടാ.